ഏറെ അനിശ്ചിതത്വം കെട്ടിക്കിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ലോകക്രമത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുകയാണ്. തുറന്നും അടച്ചും വീണ്ടും തുറന്നും പിന്നെയും നിയന്ത്രിച്ചും ഇറാനും അമേരിക്കയും നടത്തുന്ന തീക്കളിയുടെ ഭവിഷ്യത്ത് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ബാധിച്ചു കഴിഞ്ഞു. ഇന്ധന പ്രതിസന്ധിക്കപ്പുറത്തേക്ക് ലോകത്തിന്റെ ഗതിവേഗത്തെയും സാമ്പത്തിക നിലനിൽപ്പിനെയും അസ്ഥിരപ്പെടുത്തുകയാണ്. ചാഞ്ചാടുന്ന വിപണിയും ഉയർന്നും തകർന്നും നിൽക്കുന്ന വിനിമയ നിരക്കും കെട്ടിപ്പടുക്കുന്ന ചരക്കും ഈ അസ്ഥിരതയ്ക്ക് ആക്കം കൂട്ടുന്നുവോ? ന്യൂസ് ആംഗിൾ ഇക്കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. ഗൗതം നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കേന്ദ്ര ബിന്ദു. കാരണം ഇറാൻ അമേരിക്ക സംഘർഷമൊക്കെ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ആ യുദ്ധം ബാധിച്ചത് ഈ ഹോർമൂസ് വഴി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ ആയിരുന്നു എന്ന് പറയാം. കാരണം സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനടക്കം ഈ ഇറാന്റെയും അതേപോലെ തന്നെ US-ൻ്റെയും ചർച്ചകൾ ഒരു 10-23 മണിക്കൂർ നീണ്ടുന്ന ചർച്ച. ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഹോർമൂസിൽ കാര്യങ്ങൾ കുറച്ചും കൂടി കടുക്കുകയാണ്. ഇന്നലെ അതുവഴി പോകാൻ ശ്രമിച്ച ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും വെടിവയ്പുണ്ടായി. അതിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അംബാസിഡറെ വിളിച്ചു വരുത്തി, ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തിയ പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ആ പ്രതിഷേധം അറിയിക്കുമ്പോഴും ഇന്ത്യയുടെ ശബ്ദം മയപ്പെട്ട രീതിയിലായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പം നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇറാൻ അമേരിക്കയുമായി നിലവിൽ ചർച്ചയ്ക്കില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുമ്പോൾ ഈ ഹോർമൂസിന്റെ ഭാവി എന്തായിരിക്കും? എങ്ങനെയാണ് ഇപ്പം നിലവിലെ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഗൗതം? സേതു, ഹോർമോൺസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനിശ്ചിതത്വം തുടരുകയാണ്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഇടയ്ക്ക് തുറക്കുകയും പിന്നീട് അടയ്ക്കുകയും വീണ്ടും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നതോടുകൂടി ലോകക്രമത്തെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങളുടെ വികസനത്തെയും അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ ചരക്ക് കയറ്റത്തെയും നീക്കത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധന പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിലയിൽ ഈ ചരക്ക് കപ്പലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം മാറുന്നു എന്നതാണ് നമുക്ക് വിലയിരുത്താനാകുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ മാറ്റങ്ങളും അതിൻ്റെ ചാഞ്ചാട്ടവുമെല്ലാം നമ്മൾ വിവിധ തരത്തിൽ വാർത്തകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായി ഇപ്പോൾ ഈ പ്രതിസന്ധി മാറിയിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലായി സംഭവിച്ച കാര്യമാണ് സേതു നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ചരക്ക് കപ്പലുകൾ ഒരു ഘട്ടത്തിൽ അത് സുഗമമായി കടന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും വെടിവയ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചരക്ക് കപ്പലുകളുടെ യാത്ര അല്ലെങ്കിൽ ആ ഗതാഗതം മുഴുവൻ നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ചരക്ക് കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ നിലപാടെടുത്തതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമൂസിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഈ നിയന്ത്രണം വരുന്നതോടുകൂടി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം വരും. ഇത് വലിയ ആഘാതം ഉണ്ടാക്കുന്നത് സാമ്പത്തിക മേഖലയിലാണ്. രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചാണ്. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് അവരുടെ അടിസ്ഥാനപരമായ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടാണ്. ആ കയറ്റുമതി നിലയ്ക്കുന്നതോടുകൂടി ആ രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ പ്രശ്നത്തിലാവുകയും തുടർന്ന് സാമ്പത്തിക അസ്ഥിരതയിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ പോലും വലിയ GDP വളർച്ച പ്രതീക്ഷിച്ച ഒരു സാമ്പത്തിക വർഷമാണ് നമുക്ക് ഈ 2026 എത്തുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ നിലവിലെ ഈ പോക്ക് തുടർന്നാൽ രാജ്യം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വളർച്ചയിൽ എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം വരും. അത് സ്വാഭാവികമായും ഈ കയറ്റുമതിയും ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും വിനിമയവുമായി ബന്ധപ്പെട്ടും ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയാണ് അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, മറ്റ് വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കയറ്റുമതി പ്രധാനപ്പെട്ട വരുമാന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന പല രാജ്യങ്ങൾക്കകത്തും സമാനമായ പ്രതിസന്ധി ഉണ്ടാകും. ഒപ്പം തന്നെ ഈ ഇന്ധനവില മറുവശത്ത് വർദ്ധിക്കുന്നതോടുകൂടി ഈ രാജ്യങ്ങൾക്കകത്ത് ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെ സാമ്പത്തികമായി ഈ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന വലിയ ആഘാതം അതെങ്ങനെ നേരിടുമെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇപ്പോഴുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഹോർമൂസിൽ നിലവിൽ തുടരുന്ന ഈ നിയന്ത്രണം, ഈ പറയുന്ന ആശങ്ക, അത് രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയെ തകർക്കുന്ന വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇന്ധന പ്രതിസന്ധി അടുക്കളയിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ ഉടലെടുക്കുന്ന ഈ ഗുരുതരമായ സാമ്പത്തിക സാഹചര്യം അത് വൈകാതെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുക. സേതു.